ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31% എന്ന് പറയുന്ന ഒരു ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷനിൽ അടുത്ത കാറ്റഗറിയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ലോക്കൽ അതോറിറ്റി എന്താണെന്ന് നോക്കാം. എ ലോക്കൽ അതോറിറ്റി റെഫേഴ്സ് ടു എ ബോഡി ക്രിയേറ്റഡ് ബൈ ലോ ടു അഡ്മിനിസ്റ്റർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഫങ്ഷൻസ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. എക്സാമ്പിൾസ് include district boards, sport commissioners, municipal committees, പഞ്ചായത്ത്സ്, കണ്ടോൺമെൻറ്റ് ബോർഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താ ലോക്കൽ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു ബോഡി ക്രിയേറ്റഡ് ബൈ ലോ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിയമാനുസൃതമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് നിയമാനുസൃതമായിട്ട് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോഡി നിയമാനുസൃതമായിട്ട് ബിൽഡ് എടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഫങ്ഷൻസൊക്കെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ലോ ബൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഡിസ്ട്രിക്റ്റ് ബോർഡ്സ്, പോർട്ട് കമ്മീഷണേഴ്സ്, മുനിസിപ്പൽ കമ്മിറ്റീസ്, പഞ്ചായത്ത്സ്, കണ്ടോൺമെൻറ്റ് ബോർഡ്സ്. Any authority legally entitled to control or manage municipal or local fund, these bodies are treated separately for taxation purpose. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു മുനിസിപ്പൽ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെയൊക്കെ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണോ, ഈ ഒരു അതോറിറ്റി, അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവേണൻസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫണ്ട്സൊക്കെ ആരാണോ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ നടത്തുന്നത്, ആ ഒരു അതോറിറ്റി എന്തിനായിരിക്കും? ഈച്ച് അതോറിറ്റി ഈസ് സെപ്പറേറ്റ്ലി ടാക്സബിൾ. എന്താണ്? ആ ഒരു അതോറിറ്റീനെ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുകയും ആ ഒരു പേഴ്സൺ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുകയും ചെയ്യണം. അതാണ് ലോക്കൽ അതോറിറ്റിയുടെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവേണൻസ് നടത്താൻ വേണ്ടിയിട്ട് നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ ലോക്കൽ അതോറിറ്റിയുടെ എക്സാമ്പിളാണ് ഡിസ്ട്രിക്റ്റ് ബോർഡ്സും പഞ്ചായത്ത്സും കണ്ടോൺമെൻറ്റ് ബോർഡ്സും ഒക്കെ. ഇനി ഓരോ ലോക്കൽ അതോറിറ്റീസും എന്താണ്? ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഓരോ ലോക്കൽ അതോറിറ്റീസും ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഇൻകം ടാക്സ് ലോയുടെ അണ്ടറിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ടാക്സബിലിറ്റി ഓഫ് ഇൻകം ഓഫ് ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റീസിൻ്റെ ഇൻകം എങ്ങനെയാണ് ടാക്സബിൾ ആവുന്നതെന്ന് നോക്കാം. A local authority is generally exempt from tax on income arising from its governmental and public welfare functions. However, when it carries on a business activity, the taxation rules become important. ഇതൊരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക്കൽ അതോറിറ്റീസിൻ്റെ ഇൻകം എങ്ങനെയാണ് ടാക്സബിൾ ആവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക്കൽ അതോറിറ്റി സാധാരണ ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ആണ്. പക്ഷേ എക്സംപ്റ്റ് അല്ലാത്ത കേസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഈ ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെങ്കിൽ, ക്യാരി ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ ഈ ലോക്കൽ അതോറിറ്റീസ് ടാക്സബിളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ നോക്കാം. ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഉണ്ടല്ലോ, ഗവൺമെൻറ്റൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻകത്തിൽ ലോക്കൽ അതോറിറ്റീസ് നോർമലി ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ആണ്. പക്ഷേ എന്താണ് എക്സംപ്റ്റ് അല്ലാത്തത്? ഈ ഒരു ലോക്കൽ അതോറിറ്റീസ് എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ഇൻകത്തിൽ നിന്ന് ടാക്സബിളാണ്. ലോക്കൽ അതോറിറ്റി ടാക്സബിളാണ്. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെൽഫ് ഗവൺമെൻറ് അല്ലെ ലോക്കൽ
സെൽഫ് ഗവൺമെൻറ് ഫങ്ഷൻസിന് വേണ്ടി നിയമാനുസൃതമായി ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു അതോറിറ്റിയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്തൊക്കെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻകം ടാക്സ് ലോയുടെ അണ്ടറിൽ പേഴ്സണായിട്ടാണ് ലോക്കൽ അതോറിറ്റീനെ കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ലോക്കൽ അതോറിറ്റീസിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സബിലിറ്റിയുടെ കേസ് വരുവാണെങ്കിൽ ഗവൺമെൻറ്റലായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്ന ഇൻകത്തിൽ നിന്ന് നോർമലി ടാക്സബിൾ അല്ല, അത് എക്സംപ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ക്യാരി ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം, ആ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം ടാക്സബിൾ ആണ്. ഇനി ഇതിനൊരു ജനറൽ റൂളുണ്ട്. ഇഫ് എ ലോക്കൽ അതോറിറ്റി ഏൺസ് ഇൻകം ഫ്രം എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഇറ്റ് സച്ച് ഇൻകം ഈസ് ടാക്സബിൾ ബട്ട് ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സംഷൻ. നമ്മൾ പഠിച്ചു, എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ക്യാരി ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ അതിന് ആ ഒരു ഇൻകത്തിൻ്റെ മേൽ ടാക്സബിൾ ആണ്, ലോക്കൽ അതോറിറ്റി ടാക്സ് പേ ചെയ്യണം. പക്ഷേ അതിലൊരു എക്സംഷൻ ഉണ്ട്. എന്താ എക്സംഷൻ നമുക്ക് നോക്കാം. എക്സംഷൻ എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് വിത്തിൻ ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ ഇൻകം ഇസ് നോട്ട് ടാക്സബിൾ ഇഫ് ദ ബിസിനസ് ഇൻകം അറൈസസ് ഫ്രം സപ്ലൈ ഓഫ് കോമഡിറ്റി ഓർ റെൻഡറിങ് ഓഫ് സർവീസ് within the authority's own jurisdictional area. This exemption exists because such activities are considered part of local administration and public welfare. എന്താ പറഞ്ഞിരിക്കുന്നത്, ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം ടാക്സബിൾ ആണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിലൊരു എക്സംഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബിസിനസ് ലോക്കൽ അതോറിറ്റി ഓൺ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിലാണെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് നടത്തപ്പെടുന്നത് എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യാനോ റെൻഡർ ചെയ്യാനോ ആണെങ്കിൽ എന്താണ്, ആ ഒരു ഇൻകം എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. അതായത് ബിസിനസ് ആക്ടിവിറ്റി ഇൻകം അത് ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു എക്സംഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്കൽ അതോറിറ്റിയുടെ ഭരണത്തിന് കീഴിൽ വരുന്ന ആ ഒരു ഏരിയയിൽ, അതാണ് പറയുന്നത് ജൂറിസ്ഡിക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, ലോക്കൽ അതോറിറ്റീൻ്റെ ഭരണത്തിന് ഉള്ളിൽ വരുന്ന ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഗുഡ്സ് കോമഡിറ്റി സപ്ലൈ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്യുന്നതിനോ ആണ് ബിസിനസ് ആക്ടിവിറ്റി ക്യാരി ഡൗൺ ചെയ്യുന്നത്. അതിൽ നിന്നൊരു ഇൻകം ഫോം ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻകത്തിന് എക്സംപ്റ്റ് ആണ്, ടാക്സബിൾ അല്ല. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എക്സംഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പബ്ലിക് വെൽഫെയറിൻ്റെ ഭാഗമായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത്, ആ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ആ ഒരു ലോക്കൽ അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും കമ്മ്യൂണിറ്റി സപ്ലൈയോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ജൂറിസ്ഡിക്ഷണൽ ഏരിയയിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റ് ആണ്. കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റി അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം യൂസ് ചെയ്യുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും പബ്ലിക് വെൽഫെയറിനുമാണെന്നാണ് നമ്മുടെ ലോ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു എമൗണ്ട് എക്സംപ്റ്റ് ആണ്. ഇനി ജൂറിസ്ഡിക്ഷണൽ ഏരിയ എന്താണെന്ന് നോക്കാം. The jurisdictional area means the geographical area over which the local authority has legal control. എന്താ പറഞ്ഞിരിക്കുന്നത്, ജൂറിസ്ഡിക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ലോക്കൽ അതോറിറ്റിക്കായിരിക്കും ഫുൾ കൺട്രോൾ ഉണ്ടാകുന്നത്. ലോക്കൽ അതോറിറ്റിക്ക് ലീഗലി, അതായത് ലോക്കൽ അതോറിറ്റിയുടെ ഭരണത്തിൽ അകത്ത് നിൽക്കുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലാണ് ജൂറിസ്ഡിക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി കുറച്ചുകൂടെ മനസ്സിലാവും. എ മുനിസിപ്പാലിറ്റി സപ്ലൈയിങ് വാട്ടർ വിത്തിൻ ദ സിറ്റി ലിമിറ്റ്സ്. ഒരു മുനിസിപ്പാലിറ്റി അവരുടെ സിറ്റി ലിമിറ്റിൽ തന്നെ വാട്ടർ സപ്ലൈ ചെയ്യുന്നു. എ പഞ്ചായത്ത് റണ്ണിങ് എ ലോക്കൽ മാർക്കറ്റ് വിത്തിൻ വില്ലേജ് ലിമിറ്റ്സ്. ഒരു പഞ്ചായത്ത്
എന്താണ് അവരുടെ വില്ലേജിനുള്ളിൽ തന്നെ അവരുടെ ലിമിറ്റിനുള്ളിൽ തന്നെ എന്താണ് നടത്തിക്കൊണ്ട് പോകുന്നു, ഒരു ലോക്കൽ മാർക്കറ്റ് നടത്തിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ എ ഡിസ്ട്രിക്റ്റ് ബോർഡ് പ്രൊവൈഡിങ് സാനിറ്റേഷൻ സർവീസസ് വിത്തിൻ ഇറ്റ്സ് ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റ് ബോർഡ് എന്താണ് അവരുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ സാനിറ്റേഷൻ സർവീസസ് കൊടുക്കുന്നു. ദീസ് ആർ കൺസിഡേർഡ് നോർമൽ ലോക്കൽ അതോറിറ്റി ഫങ്ഷൻസ്. അതായത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു അതോറിറ്റിക്ക് ഏത് ഏരിയയിലാണ് ലീഗൽ കൺട്രോൾ ഉള്ളത്, ആ ലീഗൽ കൺട്രോളുള്ള ഏരിയയിൽ അവരെന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി എക്സംപ്റ്റ് ആണ്. പക്ഷേ ആ ഒരു ലീഗൽ ഏരിയയ്ക്ക് പുറത്ത് ഇവരെന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. അല്ലാതെ ഒരു ലോക്കൽ അതോറിറ്റി ആ ലോക്കൽ അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ ഏരിയയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ബിസിനസ് ആക്ടിവിറ്റി നടത്തുന്നതെങ്കിൽ ഒരിക്കലും ടാക്സബിൾ അല്ല, എക്സംപ്റ്റ് ആണ്. ഇനി വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയുടെ കേസിലാണ് പറയുന്നത്. ഒരു സ്പെഷ്യൽ എക്സംഷൻ ഉണ്ട് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിക്ക്. ദ ലോ ഗിവ്സ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ടു ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. ഈവൻ ഇഫ് ദീസ് ആർ സപ്ലൈഡ് ഔട്ട്സൈഡ് ദ അതോറിറ്റീസ് ഓൺ ജൂറിസ്ഡിക്ഷൻ, ദി ഇൻകം റിമെയിൻസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. This is because water and electricity are treated as essential public utility services. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കോൺസെപ്റ്റ് പറയുന്നുണ്ട്, വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റി സപ്ലൈയും. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റി സപ്ലൈയും ഒക്കെ ലോക്കൽ അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിൽ അല്ലെങ്കിൽ അവർക്ക് ലീഗൽ പവറുള്ള ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ ഔട്ട്സൈഡ് ഈ ഒരു എന്താ പറയണേ വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റി സപ്ലൈയും ഒക്കെ കൊടുത്താലും അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. നമ്മൾ കണ്ടായിരുന്നു, കൊമ്മോഡിറ്റി സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് ലോക്കൽ അതോറിറ്റി ആ ഒരു ലോക്കൽ അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയ്ക്കുള്ളിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ഇൻകം എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ എക്സംപ്ഷൻ വരുന്നതാണ് വാട്ടറിൻ്റെ കേസും ഇലക്ട്രിസിറ്റിയുടെ കേസും. വാട്ടറും ഇലക്ട്രിസിറ്റിയുമാണ് ആ ഒരു ലോക്കൽ അതോറിറ്റി ജൂറിസ്ഡിക്ഷണൽ ഏരിയയ്ക്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ ലീഗൽ പവറുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് പുറത്ത് ഈ ഒരു വാട്ടർ സപ്ലൈയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈയും കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നിന്ന് ജനറേറ്റഡ് ആവുന്ന ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടറും ഇലക്ട്രിസിറ്റിയും ഒക്കെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് വാട്ടറും ഇലക്ട്രിസിറ്റിയും ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല, പകരം അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് തന്നെയായിട്ടാണ് ഇൻകം ടാക്സ് ലോയുടെ അണ്ടറിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതിൽ എക്സംഷൻസ് ഏതിനാണുള്ളത്? വാട്ടർ സപ്ലൈക്കും പിന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈക്കുമാണ് എക്സംഷൻ ഉള്ളത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1, ഇൻകം നോട്ട് ടാക്സബിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. എ മുനിസിപ്പാലിറ്റി സപ്ലൈസ് ഡ്രിങ്കിങ് വാട്ടർ ടു റെസിഡൻറ്റ് വിത്തിൻ ദ സിറ്റി. ആക്ടിവിറ്റി സപ്ലൈ ഓഫ് വാട്ടർ ഏരിയ വിത്തിൻ ജൂറിസ്ഡിക്ഷൻ. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സപ്ലൈ ഓഫ് വാട്ടറാണ് അത് ഒരു കേസ്, ഡ്രിങ്കിങ് വാട്ടറാണ് അതൊരു കേസ്, പിന്നെ വിത്തിൻ ദ സിറ്റി ആണ് ആയതുകൊണ്ട് ഓൾറെഡി അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ആണ്. ഇനിയിപ്പം ഔട്ട്സൈഡ് ദ സിറ്റി ആണെങ്കിലും എക്സംപ്റ്റ് ആണ്, കാരണം അത് സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഡ്രിങ്കിങ് വാട്ടറാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എ മുനിസിപ്പൽ കോർപ്പറേഷൻ റൺസ് എ കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആൻഡ് ഏൺസ് റെൻറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണ് കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ റെൻറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കൊരു പബ്ലിക് സർവീസ് കാണാൻ സാധിക്കുന്നുണ്ടോ? അതായത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൺ ചെയ്യുന്നുണ്ട്, അതിലൊരു പബ്ലിക് സർവീസ് ഇല്ല. അതുപോലെ തന്നെ അവർ റെൻറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, അതിലും ഒരു പബ്ലിക് സർവീസ് ഇല്ല. അപ്പോൾ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. നോക്കാം. ആക്ടിവിറ്റി കൊമേഴ്ഷ്യൽ ബിസിനസ് ആണ്, നോട്ട് എ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്. അതൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്.
അടുത്ത നോക്കാം. എ മുനിസിപ്പൽ ഇലക്ട്രിസിറ്റി ബോർഡ് സപ്ലൈസ് ഇലക്ട്രിസിറ്റി നിയർ ബൈ വില്ലേജസ് ഔട്ട്സൈഡ് സിറ്റി ലിമിറ്റ്സ്. എന്താണ് സപ്ലൈ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ആണ്. എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? ഔട്ട്സൈഡ് സിറ്റി ലിമിറ്റ്സിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നോർമലി നമ്മൾ പറയുവാണെങ്കിൽ എന്തായിരുന്നു? ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ ആയതുകൊണ്ട് ടാക്സബിൾ ആണെന്ന് പറയാം. പക്ഷേ അതിലൊരു എക്സംഷൻ പഠിച്ചായിരുന്നു. ഇലക്ട്രിസിറ്റിയും വാട്ടറും ഈ ഒരു കണ്ടീഷനിൽ നിന്ന് എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ടാക്സബിൾ ആണോ? അല്ല, ടാക്സബിൾ ആയിരിക്കില്ല. നോക്കാം. നോർമലി ബിസിനസ് ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ മേ ബി ടാക്സബിൾ. ഹൗവർ ഇലക്ട്രിസിറ്റി സപ്ലൈ ഹാസ് സ്പെഷ്യൽ എക്സംഷൻ. ഇലക്ട്രിസിറ്റി സപ്ലൈക്കും വാട്ടർ സപ്ലൈക്കും സ്പെഷ്യൽ എക്സംഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എക്സംപ്റ്റഡ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. എ മുനിസിപ്പാലിറ്റി സ്റ്റാർട്ട്സ് എ ട്രാൻസ്പോർട്ട് ബിസിനസ് ഇൻ അനദർ ഡിസ്ട്രിക്റ്റ്. ബിസിനസ് ആക്ടിവിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മുനിസിപ്പാലിറ്റി ട്രാൻസ്പോർട്ട് ബിസിനസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വേറൊരു ഡിസ്ട്രിക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അനദർ ഡിസ്ട്രിക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ഒരു ബിസിനസ് ആക്ടിവിറ്റി അല്ലേ? ഒരു ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ട്രാൻസ്പോർട്ട് ബിസിനസ് ആണെങ്കിലും ഇനിയിപ്പം പബ്ലിക് യൂട്ടിലിറ്റി ഉണ്ട്. പബ്ലിക് യൂട്ടിലിറ്റിയാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് സർവീസ് ഫ്രീ ഒക്കെ ആയിട്ടാണ്, എന്തെങ്കിലും സർവീസ് മെൻറ്റാലിറ്റിയോടെയാണ് ട്രാൻസ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വിത്തിൻ ദ സിറ്റി ആണെങ്കിൽ നമുക്ക് എക്സംപ്റ്റഡ് ആക്കായിരുന്നു. പക്ഷേ എനി സർവീസസ് ഓർ കമ്മോഡിറ്റി സപ്ലൈ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സിറ്റി ലിമിറ്റ്സ് ഓൾവേസ് ടാക്സബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കേസസ് പറഞ്ഞു. ഇൻകം ടാക്സബിൾ ആയിട്ടുള്ള കേസ്, ഇൻകം ടാക്സബിൾ അല്ലാത്ത കേസ്. നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഇലക്ട്രിസിറ്റിയുടെയും കേസ് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സിറ്റി ആണെങ്കിലും ഔട്ട്സൈഡ് ദ സിറ്റി ആണെങ്കിലും ടാക്സബിൾ അല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇൻസൈഡ് ദ സിറ്റി ആണെങ്കിൽ, ഇൻസൈഡ് അവരുടെ ലോക്കൽ അതോറിറ്റിക്ക് ലോക്കലായിട്ടുള്ള കൺട്രോളുള്ള ഏരിയയിൽ, ജോഗ്രഫിക്കൽ ഏരിയയിൽ, ജൂറിസ്ഡിക്ഷണൽ ഏരിയയിലാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റി നടത്തുന്നതെങ്കിൽ അത് എക്സംപ്റ്റ് ആയിരിക്കും. അതേസമയം സപ്ലൈ ഓഫ് വാട്ടറും ഇലക്ട്രിസിറ്റിയും അല്ലാത്ത വേറെ എന്ത് ബിസിനസ് ആക്ടിവിറ്റി ആണെങ്കിലും ഔട്ട്സൈഡ് ദ സിറ്റി ആണെങ്കിൽ ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം വരുന്നതാണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജൂറിസ്ഡിക്ഷണൽ ഏരിയയിൽ ബിസിനസ് ആക്ടിവിറ്റി, ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് ഒരു എക്സംഷൻ ഉണ്ട്. ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. അതായത് പബ്ലിക്കിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. ഇനി ഈ പ്രൊവിഷൻസിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. അതായത് ഈ പ്രൊവിഷൻ ഒരു 2 ഒബ്ജക്റ്റീവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള എക്സംഷൻസും കണ്ടീഷൻസും ഒക്കെ വെക്കുന്നതിലൂടെ എൻകറേജിങ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ടു പെർഫോം പബ്ലിക് വെൽഫെയർ ഫങ്ഷൻസ് വിത്തൗട്ട് ടാക്സ് ബർഡൻ. അതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് ബർഡൻ ഉണ്ടെങ്കിൽ എന്തായാലും ലോക്കൽ അതോറിറ്റീസ് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിലും ആ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ടൊന്ന് മടിക്കും. കാരണം ഭാവിയിൽ ടാക്സ് ബർഡൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു റീസൺ കാരണം. പക്ഷേ ഈ എന്തെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ലോക്കൽ അതോറിറ്റീസ് വിത്തിൻ ദി ലിമിറ്റ്സ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആക്കുന്നത് കൊണ്ട് തന്നെ അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിനെ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടാക്സിങ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് വെൻ ലോക്കൽ അതോറിറ്റീസ് എൻഗേജ് ഇൻ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ലോക്കൽ അതോറിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ അതിന് നമ്മുടെ പബ്ലിക്കിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാത്ത സംഭവങ്ങളാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടാണ് ലോക്കൽ അതോറിറ്റീസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ലോക്കൽ അതോറിറ്റീസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പ്രൊവിഷൻസ് ലോക്കൽ അതോറിറ്റീസ് അണ്ടറിൽ വരുന്നത്. ആ 3 പ്രൊവിഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ജൂറിസ്ഡിക്ഷണൽ ഏരിയയ്ക്കുള്ളിൽ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി പബ്ലിക് വെൽഫെയറിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിൽ ടാക്സ് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ജൂറിസ്ഡിക്ഷണൽ ഏരിയയ്ക്ക് പുറത്താണ് ലോക്കൽ അതോറിറ്റി ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻകം
ടാക്സബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തേത് ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് വാട്ടറും സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റിയും ആണെങ്കിൽ ജൂറിസ്ഡിക്ഷന് പുറത്താണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ഇനി നമുക്ക് കീ പോയിൻറ്റ്സ് നോക്കാം. ലോക്കൽ അതോറിറ്റി ഇൻക്ലൂഡ്സ് ബോഡീസ് കൺട്രോളിംഗ് മുനിസിപ്പൽസ് ഓർ ലോക്കൽ ഫണ്ട്സ്. ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട്സും കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? മുനിസിപ്പൽ ഓർ ലോക്കൽ ഫണ്ട്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസിൻ്റെ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ടാക്സബിളാണ്, ജനറലി ടാക്സബിളാണ്. ഇതിലൊരു എക്സംഷൻ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൊമോഡിറ്റീസ് സപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്തോ അതും അതിൻ്റെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിൽ ഉള്ളിൽ തന്നെയാണെങ്കിൽ ആ ഒരു ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റ് ആണ്. ഇനി വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയുടെ കേസ് പറയുവാണെങ്കിൽ ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ ആണെങ്കിലും വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതാണ് ബിസിനസ് ആക്ടിവിറ്റി എങ്കിൽ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റ് ആണ്. ഇനി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കേസസിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് പബ്ലിക് വെൽഫെയറിന് വേണ്ടിയല്ല ഈ ഒരു ലോക്കൽ അതോറിറ്റി ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. ഇനി എ ലോക്കൽ അതോറിറ്റി ഈസ് എക്സംപ്റ്റ് ഓൺ ഇൻകം ഫ്രം പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് വിത്തിൻ ഇറ്റ്സ് ഏരിയ. നമ്മൾ പറഞ്ഞു പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് വിത്തിൻ ദി ജൂറിസ്ഡിക്ഷണൽ ഏരിയ ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആൻഡ് വാട്ടർ ഇലക്ട്രിസിറ്റി ഇൻകം ഈസ് എക്സംപ്റ്റ് ഈവൻ ഔട്ട്സൈഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഇനി ലോക്കൽ അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ ഔട്ട്സൈഡാണ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്നതെങ്കിലും അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടെങ്കിലും അത് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ബട്ട് അതർ കൊമേഴ്ഷ്യൽ ബിസിനസ് ഇൻകം ഈസ് ടാക്സബിൾ. അതുപോലെ തന്നെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിൽ എന്തെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അല്ലാതെ എന്തെങ്കിലും നടത്തി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ലോക്കൽ അതോറിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക, റിവൈസ് ചെയ്യുക. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ് യു.